ഈ മെൻറ്റേഴ്സ് എന്താ കാണിക്കുന്നത്? BMW, ബെൻസ്, നിഞ്ച ബൈക്കൊക്കെ കാണിക്കുന്നത്. സോ ഇതെല്ലാം എന്ത് ചെയ്താൽ ഇതൊക്കെ ഓപ്ഷൻ ബൈ ചെയ്ത് ഉണ്ടാക്കിയതാണെന്നാണ്. 2500 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സെല്ല് ഇൻട്രാഡേയിൽ ഇന്ന് ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ വേണം. എന്നിട്ട് കൂടി 10,000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ വിൻ ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് അതൊരു 50,000 ആക്കാൻ പറ്റണം. പോകുമ്പോൾ ഒരു 5,000, 3,000, 4,000 വെച്ച് പോയിക്കോട്ടെ. ഒരു സ്ട്രാറ്റജിയുടെ പിന്നാലെ പോയി നിങ്ങൾ ഒരാളും ഒരിക്കലും സക്സസ്ഫുൾ ആകില്ല. ഓപ്ഷൻ ബൈയിങ് ആൻഡ് ഓപ്ഷൻ സെല്ലിങ്. സോ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളെയും 2 തട്ടിലിരുത്തുന്ന 2 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് സ്റ്റൈലാണ് ഓപ്ഷൻ ബൈയിങ്ങും ഓപ്ഷൻ സെല്ലിങ്ങും. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യണോ ഓപ്ഷൻ സെല്ല് ചെയ്യണം, ആരാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ട്രേഡ് ചെയ്യേണ്ടത്, ഏതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സിൽബി ഓപ്ഷൻ ബയ്യറും സെല്ലറും ഒക്കെ അല്ലേ, ഏതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്? അല്ല, ആക്ച്വലി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈയിങ്ങിൽ തന്നെയാണ് നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നത്. കാരണം ചെറിയ ക്യാപിറ്റൽ വെച്ച് നമുക്ക് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ പോകാനുള്ള ചാൻസും വളരെ വലുതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു നോളജ് ഇല്ലാതെ ഒരു ബൈ ചെയ്യുന്ന ഒരാൾക്ക് നഷ്ടങ്ങൾ നേരിടാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ചാൻസ് വളരെ കുറവും ലൂസ് ചെയ്യാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാതെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരാൾക്കും ഓപ്ഷൻ ബൈങ്ങിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ സെല്ലിങ് ഓപ്പോസിറ്റാണ്. ഏതൊരാൾക്കും കുറച്ച് നോളജും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിൻ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, ഓപ്ഷൻ ബൈങ്ങിൽ എല്ലാ ആളുകൾക്കും വിൻ ചെയ്യാൻ സാധിക്കില്ല. അത് ആ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഓപ്ഷൻ ബൈയിൽ എത്ര പ്രാക്ടീസ് ചെയ്താലും എനിക്ക് തോന്നുന്നു 10 ഒരു 5 ആളാണ് എല്ലാം പഠിച്ച് കൃത്യമായിട്ട് ചെയ്താലും വിൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ എല്ലാ ആളുകൾക്കും ഓപ്ഷൻ ബൈ ചെയ്യണം. ഞാൻ പറയുന്നത് 10 5 ആളെ വിൻ ചെയ്യൂ എന്ന് വെച്ചാൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ബട്ട് ഇവിടെ എന്താ പ്രശ്നം, എല്ലാ പുതിയ ആൾക്കാർക്കും എത്രയും പെട്ടെന്ന് BMW മേടിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബൈ ചെയ്തേ പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. കാരണം എന്താണ്, ഈ മെൻറ്റേഴ്സ് എന്താ കാണിക്കുന്നത്? BMW, ബെൻസ്, നിഞ്ച ബൈക്കൊക്കെ കാണിക്കുന്നത്. സോ ഇതെല്ലാം എന്ത് ചെയ്താൽ ഇതൊക്കെ ഓപ്ഷൻ ബൈ ചെയ്ത് ഉണ്ടാക്കിയതാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പുതിയ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഓപ്ഷൻ ബൈ ചെയ്യണം. അവരുടെ 10,000 രൂപ 10 ലക്ഷമോ 50 ലക്ഷമോ ഒക്കെ ആയിട്ട് അവർക്ക് മാറ്റണം. ഈ തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസിലോട്ട് വരുമ്പോൾ അവിടെ 10ൽ 9 ആൾക്കും വിജയിക്കാൻ പറ്റും. കാരണം എന്താണ്, ഇത്ര അഗ്രസീവായിട്ടുള്ള എൻട്രീസ് ഇല്ല, വളരെ സിമ്പിളായിട്ട് എൻട്രീസ് എടുക്കാം, സാവകാശമായാലും ചെയ്താൽ മതി, പാസീവായിട്ട് ചെയ്യാം, ജോലിയുടെ കൂടെ ചെയ്യാം, ചെറിയ റിട്ടേൺ ആണെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ഞാൻ പറയും എല്ലാവരും ഉറപ്പായിട്ടും ഓപ്ഷൻ സെല്ല് ചെയ്യണം, കൂടെ ഓപ്ഷൻ ബൈ ട്രൈ ചെയ്ത് നോക്കാം, നോ ഇഷ്യൂസ്. അതെ, ചിലപ്പോൾ ആർക്കാണ് അതിൽ വിൻ ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരാൾക്ക് നിരന്തരമായ പരിശ്രമത്തിലൂടെ എന്തും സാധ്യമാക്കാൻ കഴിയുമെന്നാണ് എന്താ പറയുക എല്ലാവരും പറയുന്നത് പോലും. അപ്പം ആ ഒരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ബൈയിങ് ചെയ്ത് നമുക്ക് ഇപ്പോൾ റിയൽ മണി ഉപയോഗിക്കണമെന്ന് തന്നെയില്ല, വെർച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ട്രിങ്കർ പോലുള്ള വെർച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് ഒരാൾക്ക് ഓപ്ഷൻ ബൈയും ഓപ്ഷൻ സെല്ലും ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഇത് നിങ്ങൾക്ക് പറ്റുന്ന പരിപാടിയാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആക്ച്വൽ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങിയാൽ മതി. പക്ഷേ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്യും, പിന്നെ അടുത്ത എല്ലാവരും നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഓപ്ഷൻസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു എത്ര പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒന്നും അറിയില്ല, 5 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മേടിച്ച് വെച്ചു, 5 രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങി വെച്ചു. പക്ഷേ DK എന്താന്ന് പോലും അറിയാതെയാണ് ആളുകൾ ഓപ്ഷൻ ബൈങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിലും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് അവർക്ക് എന്താ പറയുക, ചക്കയിട്ട് മുയിലെത്തും എന്നൊക്കെ പറയുന്ന പോലെ ഗ്യാപ്പൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ തന്നെ ഒരു 700 രൂപയ്ക്ക് 18,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരാളെ എനിക്കറിയാം, ഒന്നും അറിയാതെ. അപ്പോൾ ഒരു തുടക്കക്കാരൻ അത് കണ്ടുകഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ ഇവിടെ പ്രശ്നം, അങ്ങനെ കിട്ടിയ 18,000 രൂപയുടെ ഇരട്ടി അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ചിലപ്പോൾ കളയാനും സാധ്യത കൂടുതലാണ്. നമ്മളിങ്ങനെ പറയും, സെബിയുടെ പുതിയ കണക്ക് പ്രകാരം 10ൽ 9 ഓപ്ഷൻ ട്രേഡേഴ്സും ലോസ് ആണെന്ന് പറയും. പക്ഷേ ഈ കണക്ക് യഥാർത്ഥത്തിൽ ശരിയല്ല എന്നാണ് ഞാൻ പറയുക. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൈസ പോയ ആൾക്കാരുടെ കണക്കല്ല നമ്മൾ എടുക്കുക. നമ്മുടെ സാമ്പിൾ സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട് കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് എൻട്രി എക്സിറ്റ് കണ്ടീഷൻസ് എല്ലാം വെച്ച് ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ ഒരു കൗണ്ട് എടുക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു ഒരു 50% ആളുകളെങ്കിലും പ്രോഫിറ്റബിൾ ആകാനുള്ള
സാധ്യത ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു കണക്ക് അവൈലബിൾ അല്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഓപ്ഷൻ ട്രേഡർ ആകണമെങ്കിൽ ഞാൻ പറയും അത്യാവശ്യം മാർക്കറ്റ് എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഡെറിവേറ്റീവിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓരോ ഡെറിവേറ്റീവിലും ഒരു രൂപ എങ്ങനെ മാറുന്നു, വോളറ്റൈലിറ്റി എന്താണ്, ഡെൽറ്റ തീറ്റ, ഈ പാരാമീറ്റേഴ്സ് എങ്ങനെ പ്രീമിയത്തിൽ എഫക്റ്റ് ചെയ്യുന്നു. ചില ആൾക്കാർ പറയും പാരാമീറ്റേഴ്സിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, പാരാമീറ്റേഴ്സ് പ്രീമിയം എങ്ങനെ പ്രീമിയത്തിൽ എഫക്റ്റ് ചെയ്യുന്നു, വോളറ്റൈലിറ്റി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഇനി നിങ്ങൾ അന്നാലും ഞാൻ പറയും ഇതൊക്കെ പഠിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്താലും ഒരു പ്രോപ്പർ മാർക്കറ്റ് സൈക്കിൾ കഴിയുന്നത് വരെ അവർ ഇപ്പോഴും ബിഗിനർ തന്നെയാണ്. ഒരു 3 വർഷമെങ്കിലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താലാണ് അവർക്ക് ഒരു മാർക്കറ്റ് എക്സ്പീരിയൻസ് പോലും ഉണ്ടാകുന്നുള്ളൂ. ഇതൊന്നും പുതിയ കുട്ടികൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളൊരു കാര്യം തന്നെ, നമുക്കൊരു ജോലിയിൽ ഒരു ശമ്പളം കിട്ടണമെങ്കിൽ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കഴിഞ്ഞ് PG ചെയ്ത് എവിടെയെങ്കിലും ചെറിയ സാലറിയിൽ കയറി എക്സ്പീരിയൻസ്ഡ് ആയി എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു വലിയൊരു സാലറിയിൽ നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ ഇരട്ടി റിവാർഡാണ് ഈ ഒരു ബൈയിങ് സെഗ്മെൻറ്റിലൂടെ നമുക്ക് വളരെ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു സാമാന്യ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ചിന്തിക്കാം, അത്രയും വലിയൊരു കാര്യം ചെറിയൊരു വഴിയിലൂടെ കിട്ടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആരും മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ അതായത് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്, അവരുടെ പ്രോഫിറ്റുകൾ മാത്രമാണ്. ആരും തന്നെ അവർക്ക് ഫേസ് ചെയ്ത ലോസുകളൊന്നും തന്നെ ഹൈലൈറ്റ് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും കാണുന്നത് എന്താ, അവർക്ക് പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ ഇവർക്ക് പ്രോഫിറ്റ് കിട്ടി, ഇവർക്ക് ഇത്രയും. പക്ഷെ അവരുടെ ലോസുകളെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഞാനത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ പ്രോഫിറ്റ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, ലോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ലോസ് ആരും പറയില്ല. ഇപ്പം ആരെങ്കിലും പറയുമോ എനിക്ക് ഇത്ര രൂപ ലോസ് കിട്ടി? കാരണം നമ്മുടെ ഒരു പ്രതിച്ഛായ അതിനൊക്കെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും അത് പറയത്തില്ല. ഹൈലൈറ്റ് ചെയ്യുന്ന എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കും. എനിക്ക് കമ്പയർ ചെയ്യാനുള്ള എന്താണെന്ന് അറിയോ, ഓപ്ഷൻ ബൈയിലെ സ്ക്രീൻഷോട്ടുകൾ കാനഡയിൽ പോയ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഫോട്ടോസ് പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ കഷ്ടപ്പാടുള്ള കാര്യങ്ങളൊന്നും ഇൻസ്റ്റയിൽ വരില്ല. അവർ അടിച്ചു പൊളിച്ച് നടക്കുന്ന മഞ്ഞിലെ ഫോട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത്. ഓപ്ഷൻ ബൈ ചെയ്യണം എന്ന് പോലും ഇല്ല എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ 90% അല്ല 99% ക്യാപിറ്റലും സെല്ലിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അവിടുത്തെ ഗുണം എന്താണ്, 2% കിട്ടിയുള്ളൂ എങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ മാസവും ഒരു 2% എടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എൻ്റെ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റഡ് ആണ്. ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത അതേ മണി നമുക്ക് പ്ലെഡ്ജ് ചെയ്യാം. വേറെ ലോകത്ത് ഏത് ബിസിനസ് ഉണ്ട്, അതായത് എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് 9 ലക്ഷം രൂപ എനിക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട് കിട്ടുകയാണ്. 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഗ്രോ ചെയ്യും, ഈ 9 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്ത് പിന്നെ ഒരു 2% കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എനിക്കൊരു വർഷം എത്ര ശതമാനം റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 10 കൊല്ലം പോയി കഴിഞ്ഞാൽ എത്രമാത്രം റിട്ടേൺ ആയിരിക്കും അദ്ദേഹം ജനറേറ്റ് ചെയ്യുക. ഇതാണ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഏറ്റവും അടിപൊളി. പക്ഷെ ബൈങ്ങിൽ വിൻ ചെയ്താൽ ഇത് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് നടക്കുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇതെല്ലാവർക്കും പറ്റത്തില്ല. ഇവിടെ നമുക്ക് സമാധാനമുണ്ട്, ജോലിക്ക് പോകാം, മറ്റ് ഇൻകം സോഴ്സസ് ഉണ്ട്. ഈ കിട്ടുന്നത് മൊത്തം ഒരു പാസീവായിട്ട് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഏറ്റവും അടിപൊളി കാര്യം. ഞാനൊക്കെ ബൈങ്ങിൽ, ഇപ്പോൾ ഓപ്ഷൻ ബൈങ്ങിൽ ഒരു വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ട്രേഡ് എടുക്കാൻ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 മാസമാണ്. ആ ഒരു കാലയളവിൽ കുറേ വെർച്വൽ ട്രേഡ് ചെയ്തു. പിന്നെ വെർച്വൽ ട്രേഡിലൊന്നും നമ്മൾ എന്തായാലും ഇരിക്കത്തില്ലല്ലോ, റിയൽ മണി ഇട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഇസ് വെരി ഹൈ. അപ്പോൾ ആസ് എ ബിഗിനർ ഞാനും ചെയ്തിട്ടുണ്ട്. എനിക്ക് ലോസസ് വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ടില്ല. പക്ഷേ 8 മാസത്തിന് ശേഷമാണ് സ്വന്തമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടൊരു ട്രേഡ് എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായത്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ് തന്നെയാണ്. ക്യാൻഡിലാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്ന പോലെ വളരെ സൂക്ഷിച്ചിരുന്ന് ഒരു ബൈങ് ട്രേഡ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കണ്ണെടുക്കാതെയാണ് ആ ഒരു സിസ്റ്റത്തിലേക്ക് നോക്കിയിരുന്നത്. അത് എക്സിറ്റ് ചെയ്യുന്നവരെ പ്രീമിയം അതുപോലെ തന്നെ ചാർട്ട് നോക്കിയിരുന്നാണ്, അത്രയും സ്ട്രെയിൻ എടുത്താണ് ഞാനൊരു ബൈങ് ചെയ്ത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഈ ഓപ്ഷൻ ബൈങ്ങിൽ സക്സസ് ചെയ്യണമെങ്കിൽ റീറ്റെയിലേഴ്സ് എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയോ? ലോസസ് വരും. ലോസ് വരാൻ എന്ത് മിസ്റ്റേക്ക് ചെയ്താലും സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ലോസാണ്. അപ്പോൾ ഓപ്ഷൻ ബൈങ്ങിൽ ലോസസ് വരും. പക്ഷെ വിന്നിങ് സ്ട്രീക്കുകൾ റാലി ചെയ്ത് റൈഡ് ചെയ്ത് വലിയ പ്രോഫിറ്റ്സ് കിട്ടണം. 10,000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ വിൻ ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് അതൊരു 50,000 ആക്കാൻ പറ്റണം. പോകുമ്പോൾ ഒരു 5,000, 3,000, 4,000 വെച്ച് പോയിക്കോട്ടെ.
ഇങ്ങനെ കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻ ബൈങ്ങിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആക്കുള്ളൂ. ഇത് മനസ്സിലാക്കുന്നില്ല ആരും. പലരും 1000 രൂപ 2000 രൂപ എത്തുമ്പോൾ ഓപ്ഷൻ ബൈയിൽ പകുതി പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, ഇടയിൽ വെച്ച് ഇറങ്ങും. ഇത് റൈഡ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ബൈയുടെ അഡ്വാൻറ്റേജ് നമുക്ക് അനുകൂലമായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഗാമ എഫക്റ്റ്, ഡെൽറ്റ നമുക്ക് അനുകൂലമാണ്, കൂടാതെ ഗാമ എഫക്റ്റ് കൂടി നമുക്ക് വരുന്നത് കൊണ്ട് നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും. നമുക്ക് അത് മാക്സിമം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും ആരും ഓപ്ഷൻ ബൈയിൽ സക്സസ്ഫുൾ ആകില്ല. ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ പ്രശ്നം അത് തന്നെയാണ്. നമുക്ക് അനുകൂലമായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഡയറക്ഷണൽ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്താലും ഡെൽറ്റ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഓപ്ഷൻ ബയ്യർ ഫോക്കസ് ചെയ്യേണ്ടത് റിസ്ക് റിവാർഡിൽ മാത്രമാണ്. 10 ട്രേഡ് ചെയ്തു, 3 ട്രേഡ് വിൻ ചെയ്താൽ മതി. ഓപ്ഷൻ ബയ്യറിന് സക്സസ്ഫുള്ളായി മാർക്കറ്റിൽ നിൽക്കാൻ പറ്റും. ഒറ്റ കാര്യം, ഫുൾ റൈഡ് ചെയ്ത് ഫുൾ പ്രോഫിറ്റ് എടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് ടെക്നിക്കൽ അനാലിസിസ് സെറ്റ് ചെയ്ത് കൃത്യം എക്സിറ്റ് പ്ലാൻ വേണം, പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി പ്ലാൻ വേണം. ബയ്യർ അധികം ട്രേഡ്സ് ചെയ്യേണ്ട, ഒരു ദിവസം 1 ട്രേഡോ 2 ട്രേഡോ നല്ല ട്രേഡ് ചെയ്യുക. പക്ഷേ സെല്ലർ അങ്ങനെയല്ല. സെല്ലർ ഫുൾ ടൈം ട്രേഡും കൈപ്പിടിച്ചുകൊണ്ട് ചിലപ്പോൾ മാർക്കറ്റിൽ ഇരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നോൺ ഡയറക്ഷൻ ട്രേഡർ ഒരു 9 മണിക്ക് തന്നെ 9:15 തന്നെ ട്രേഡ് എടുത്തിട്ട് ചിലപ്പോൾ 3:30 വരെ കൈപ്പിടിച്ചിട്ടായിരിക്കും ആ ഡീക്ക് എടുക്കുന്നത്. പക്ഷേ ബയ്യറിൻ്റെ കയ്യിൽ എത്ര സമയം ട്രേഡ് ഉണ്ടാവും? വളരെ കുറച്ച് സമയം ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ റാലി ഡേ ഒക്കെ ആണെങ്കിൽ ട്രേഡ് എൻട്രി എടുത്ത് ഇങ്ങനെ അവസാനം വരെ ആ റാലി കൈപ്പിടിച്ച് നമ്മൾ പിടിക്കണം. ഈ ഒരു ഡിഫറൻസ് നമ്മൾ റീഡ് ചെയ്യുമ്പോഴാണ് ഒരു നല്ല ഓപ്ഷൻ ബയറും ഒരു നല്ല ഓപ്ഷൻ സെല്ലറും ഉണ്ടാകുന്നത്. ഞാനിത് രണ്ടും ഒന്നിച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസ് മൊത്തം ഞാൻ ആൽഗോ ട്രേഡിങ്ങിലാണ് ഇട്ടിരിക്കുന്നത്. ബൈയിങ് ആണ് ഞാൻ മാനുവലി ചെയ്യുന്നത്. ബൈയിങ് ഞാൻ എന്താ പറയുക, ഒരു എക്സ്ട്രീം ട്രേഡർ ആയിട്ടില്ല. ജസ്റ്റ് 1 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഓപ്ഷൻ ബൈയിൽ ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു 2-3 വർഷം ഞാൻ ഇതേ സെറ്റപ്പിൽ പോയ മാത്രമാണ് ശരിക്കും ഞാനൊരു സക്സസ്ഫുൾ ഓപ്ഷൻ ബയർ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ, 3 വർഷം ഞാൻ ഓപ്ഷൻ ബൈയിൽ നിന്ന് പ്രോഫിറ്റബിൾ ആയി എന്ന് എനിക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു അവസ്ഥയിലോട്ട് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കുമ്പോഴാണ് നല്ലൊരു ഓപ്ഷൻ ബയർ ജനിക്കുക ആക്ച്വലി. അതുപോലെ തന്നെ എല്ലാവർക്കും ഓപ്ഷൻ ബൈ ചെയ്യാനാണ് എല്ലാവരും അട്രാക്റ്റ് ആവുന്നത്. അതിന് എത്രമാത്രം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അത്ര ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഈ ബൈങ്ങിൽ വന്നതെന്നുള്ളതാണ്. അല്ല, അത് ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുൻപും ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് തുടങ്ങുന്നത് 2011 2012 അന്ന് മന്ത്ലി ഓപ്ഷൻസ് ഒക്കെയാണ്. കാരണം വീക്കിലി ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇൻഡെക്സിലെ കേസാണ് ഞാൻ പറയുന്നത്. അന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ കളയുന്നത് ഓപ്ഷൻ ബൈ തന്നെയല്ലേ. ഇന്ത്യ ഇപ്പോൾ അന്ന് സെല്ലിങ്ങേ ഇല്ല. അന്ന് സെല്ലിങ് കൺസെപ്റ്റുകൾ പോലും ഇല്ല. ഞാനൊക്കെ സെല്ല് ചെയ്യുന്നത് 2015 2016 സെല്ല് ചെയ്യാം എന്നൊക്കെ പോലും മനസ്സിലാക്കുന്നത്. കാരണം അന്നൊക്കെ FIs മാത്രമാണ് ഓപ്ഷൻ സെല്ല്. അന്ന് പക്ഷേ 2500 രൂപയ്ക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാമായിരുന്നു. ലിവറേജ് എടുത്ത് ചെയ്യായിരുന്നു, ഇൻട്രാഡേ ചെയ്യായിരുന്നു. പക്ഷേ അന്ന് ഓപ്ഷൻ ബൈക്കും ലിവറേജ് ഉണ്ടായിരുന്നു. ബട്ട് പിന്നീട് വന്ന് ലിവറേജ് കൂട്ടി ഓപ്ഷൻ സെല്ല് ചെയ്യാൻ ക്യാപിറ്റൽ കൂടുതൽ വേണം എന്നുള്ള കണ്ടീഷൻസിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് റീറ്റെയിലേഴ്സ്, എന്നിട്ടും വോളിയം കൂടുകയാണ് ചെയ്തത്. വോളിയം കുറഞ്ഞിട്ടൊന്നുമില്ല, മാർക്കറ്റിൽ വോളിയം കൂടി. 2500 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സെല്ല് ഇൻട്രാഡേയിൽ ഇന്ന് ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ വേണം. എന്നിട്ട് കൂടി വോളിയം കൂടി എന്നുള്ളതാണ്. അതെ, അതാണ്. അപ്പോൾ സെല്ല് ചെയ്യാനും ആളുകളുണ്ടാവും, ബൈ ചെയ്യാനും ആളുകളുണ്ടാവും. കൂടുതൽ റീറ്റെയിലേഴ്സ്, ചെറിയ ക്യാപിറ്റലുള്ള ആളുകളാണ് ആക്ച്വലി ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. അവിടെയാണ് പ്രോബ്ലം വരുന്നത്. നമ്മൾ ലിവറേജ് എടുക്കുന്നില്ലെങ്കിലും ഓപ്ഷൻ ബൈ നമ്മൾ ഭാരമായിട്ടുള്ള ലിവറേജിലാണ് ട്രേഡ് ചെയ്യുന്നത്. എല്ലാവരുടെയും പ്രശ്നം എന്താ, 10,000 രൂപയുണ്ടാവും, 10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യും. ഇങ്ങനെ ട്രേഡ് ചെയ്ത ഓപ്ഷൻ ബൈ വിൻ ചെയ്യില്ല. എൻ്റെ കയ്യിൽ, ഞാൻ ആക്ച്വലി ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ 10,000 രൂപ മാത്രം എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വെച്ചിട്ട് 90,000 രൂപ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ഈ 10,000 രൂപയ്ക്കാണ് ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. എന്നാൽ ഈ 10,000 രൂപ ഫുള്ളായിട്ട് ഉപയോഗിക്കുമോ? അതുമില്ല. ഈ 10,000-ൻ്റെ പകുതിയായിരിക്കും ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രേഡിൽ ഉപയോഗിക്കുന്നത്, 5,000 രൂപ. ആ ട്രേഡ് ലോസായി. രണ്ടാമത്തെ ട്രേഡിലും ഞാൻ എന്ത് ഉപയോഗിക്കും? 5,000 രൂപ ഉപയോഗിക്കും, അതും ലോസായി. മൂന്നാമത്തെ ട്രേഡ് ചെയ്യാനും ഞാൻ ഈ 5,000 ഉപയോഗിക്കുള്ളൂ. എല്ലാവരും എന്താ മിസ്റ്റേക്ക് വരുത്തുന്നത്? 10,000 രൂപയ്ക്ക് രാവിലെ തന്നെ ട്രേഡ് ചെയ്യുന്നു. ആദ്യത്തെ ട്രേഡ് 3,000 രൂപ നഷ്ടം വരുന്നു. എന്നിട്ട് ബാക്കിയുള്ള 7,000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്ത് ഈ 10,000-ന് വന്ന ലോസ് റിക്കവർ ചെയ്യാൻ നോക്കുന്നു. അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ക്യാപിറ്റൽ എപ്പോഴും ഒരേ രീതിയിൽ സെറ്റ് ചെയ്ത്, പൊസിഷൻ സൈസ് സെറ്റ് ചെയ്ത്, റിസ്ക് റിവാർഡ് പ്ലാൻ ചെയ്താൽ മതി. 1:3 ഏതൊരു ഓപ്ഷൻ ബൈറിനും വിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ മണി മാനേജ്മെൻറ്റ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ഓപ്ഷൻ ബൈയേഴ്സ് വലിയ ക്യാപ് പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഒരു ദിവസം ഒന്നിച്ച് ഇത് കൊണ്ടുപോയി കളയും. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും കിട്ടുന്ന പ്രോഫിറ്റ്സ് കൃത്യമായിട്ട് വിഡ്രോവൽസ് എടുത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റി നിങ്ങൾ സക്സസ്ഫുൾ ആവും, ഉറപ്പാണ്. പകുതി പ്ലേയേഴ്സ് ഇപ്പോൾ വരുത്തുന്ന മിസ്റ്റേക്സിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. പക്ഷേ സുനിൽ പറയുന്നതിന് എതിരായിട്ടാണ് എല്ലാവരും ഓപ്ഷൻ ബൈയും ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്?
ലോസ് ഒരുപാട് ബുക്ക് ചെയ്യുകയും പ്രോഫിറ്റ് വളരെ കുറച്ച് ബുക്ക് ചെയ്യും. എനിക്കൊണ്ട് ഇനീഷ്യൽ ലെവലിൽ ഞാനും ഈ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താലാണ് കറക്റ്റ്. കാരണം നമ്മൾ വിചാരിക്കും ഇപ്പം റിവേഴ്സം പക്ഷെ ഇത് റിവേഴ്സ് ആവുമോ? ഇല്ല. അപ്പോൾ ആ ഒരു തോന്നൽ ട്രേഡുകളെയാണ് പലരെയും ഓപ്ഷൻ ബൈയിങ്ങിൽ ലൂസേഴ്സ് ആക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങുന്നില്ല. ആ ഒരു ഇമോഷൻ സൈക്കോളജി ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻ ബൈയിങ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഡൗൺ സൈഡ് പെട്ടെന്നിട്ട്, ഇപ്പോൾ സിൽബി എങ്ങനെയാണ്, ഡൗൺ സൈഡ് ട്രേഡുകളാണോ പി ആണോ സി ആണോ കൂടുതൽ ട്രേഡ്സ് എടുക്കുക? ഞാൻ ഇനീഷ്യൽ ലെവലിൽ ഞാൻ വിചാരിച്ചിരുന്നു ട്രേഡ് എടുക്കുന്നതാണ് വളരെ എളുപ്പം, പെട്ടെന്ന് പ്രീമിയം ഗെയിൻ വരും. പക്ഷെ ഒരുപാട് കഴിഞ്ഞ് ഞാനിപ്പോൾ പുട്ട് സൈഡ് എടുക്കാറേ ഇല്ല എന്നുള്ളതാണ്. കോളാണ് എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ പുട്ട് എൻട്രീസ് എടുക്കാറുണ്ട്. അതായത് മേജർ ബ്രേക്ക് ഡൗൺസ് ഒക്കെ വരുമ്പോൾ പുട്ട് നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കാം, അല്ലെങ്കിൽ പുട്ടിൽ നമുക്ക് സ്കാൽപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ശരിയാണ്, എൻട്രി ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോഫിറ്റ് ആവും. അവിടെ ഇറങ്ങാതെ ഒരു ചെറിയ റീട്രേസ്മെൻറ്റ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഗെയിൻ വന്നതിൻ്റെ പകുതി ആ ഒരു ചെറിയ റീട്രേസ്മെൻറ്റിൽ പോകും എന്നുള്ളതാണ് പുട്ട് ട്രേഡിൻ്റെ ഒരു വലിയ പ്രശ്നം. ഈ സ്ട്രക്ചറൊന്നും ഉണ്ടാവില്ല, മാർക്കറ്റ് ഒരു സ്ട്രക്ചറും ഇല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞിങ്ങോട്ട് വരും, പുട്ടിൽ പെട്ടെന്ന് പ്രോഫിറ്റ് വരും. പക്ഷേ നിങ്ങൾ കോൾ സൈഡിലോട്ട് ട്രേഡ് ചെയ്താണ്ടല്ലോ, മാർക്കറ്റ് ഹയർ ഹൈസ് വന്ന് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പടം വരച്ചോണം മുകളിലോട്ട് പോകും. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഓരോ സിംഗ്ലോയിലും നമുക്ക് പിരമിഡ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റിനെ മാക്സിമം അക്യുമുലേറ്റ് ചെയ്യാം. സാധാരണ ഓരോ ബൗൺസിൽ എക്സിറ്റ് അടിച്ചാണ് പോകുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സിംഗ്ലോസിലും പിരമിഡ് ചെയ്ത് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ വലിയ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ബിഗിനേഴ്സിൻ്റെ അടുത്ത് എനിക്ക് മെയിൻലി പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഓപ്ഷൻ ബൈ ആണോ ഓപ്ഷൻ സെല്ലാണോ എന്നുള്ളതല്ല, എങ്ങനെ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ റിസ്ക് റിവാർഡ്, എന്താണ് നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റം, എന്താണ് നിങ്ങളുടെ പ്ലാൻ. ഇതുണ്ടെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്താലും നിങ്ങൾ പ്രോഫിറ്റബിൾ ആകും, ഓപ്ഷൻ സെല്ല് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എനിക്കൊരു ആവശ്യമില്ല, സുനിൽ ഓപ്ഷൻ ബൈങ്ങിൽ ഏതെങ്കിലും ദിവസം ട്രേഡ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും നമുക്ക് ഭയങ്കര വളരെ റെയർ ആണ് എന്നുള്ളതാണ്. അല്ല, ഞാൻ ഒത്തിരി സമയങ്ങളിൽ ചെയ്യാതെ ഇരിക്കാറുണ്ട്. ട്രേഡ് ചെയ്യാതിരിക്കുന്നതിന് പകരം ഞാൻ ചിലപ്പോൾ ഒരു ലോട്ടിൽ ട്രേഡ് ഇട്ടിട്ട് മാർക്കറ്റിനെ മോണിറ്റർ ചെയ്യും ചില സമയത്ത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ പ്രീമിയം ചേഞ്ച് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്വാണ്ടിറ്റി ഒക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്യും. ബിഗിനർ ആകെ 1-2 ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പറ്റത്തില്ല, കാരണം നമ്മുടെ മേജർ ട്രേഡ് വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്വാണ്ടിറ്റി ഒക്കെ ഇട്ടിട്ട് നമ്മളിതിനെ മോണിറ്റർ ചെയ്യും. ബിഗിനേഴ്സിന് എന്ത് ചെയ്യാം, വിർച്വൽ ട്രേഡൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, പ്രീമിയം മൂവ്മെൻറ്റ് ഇതുപോലെ തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നല്ലൊരു എൻട്രി വരുമ്പോൾ ഫുൾ ഫെച്ച് എൻട്രി എടുക്കാം. അതെ, ആക്ച്വലി ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട്. കാരണം എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് മീറ്റ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ, എനിക്കൊരു വ്യൂവും ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞാൻ ട്രേഡ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആരും ചെയ്യില്ല. എനിക്ക് ചിലരൊക്കെ ഓപ്ഷൻ ബൈ ചെയ്തില്ലെങ്കിൽ എന്താ ആ ഒരു 9:15 അതെ എക്സിറ്റ് ട്രേഡ് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു വിറയലാതൊക്കെ പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ മാറണം. അല്ലാതെ ഒരിക്കലും നമുക്കിതിൽ വിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർ അതൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ സ്കെയിൽ ചെയ്ത് വരണം. അല്ല ജസ്റ്റ് ഒരു ലൈക്ക് പലരും ഉണ്ട്, ഒന്ന് വന്നെന്ന് നോക്കിയിട്ട് പോവാം, ഒന്ന് ബൈറ്റ് നോക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്കൊരു പറ്റിയൊരു ഫീൽഡേ അല്ല ഓപ്ഷൻ ബൈയിങ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ 9:15 തന്നെ ട്രേഡ് ചെയ്തില്ലെങ്കിൽ കൈ വിറയ്ക്കും എന്ന് പറയുന്ന ഓപ്ഷൻ ബൈയേഴ്സ് ഒന്നും ഒരിക്കലും വിൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഓപ്ഷൻ ബൈയിങ്ങിൽ വിൻ ചെയ്യാൻ പെർഫെക്റ്റ് ടൈമിംഗ് വേണം, നല്ല റിസ്ക് റിവാർഡ് വേണം, പൊസിഷൻ സൈസിങ് വേണം. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓപ്ഷൻ ബൈയിങ്ങിൽ സക്സസ്ഫുൾ ആകുമെന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്കാരും സെല്ല് ചെയ്യുന്ന ആൾക്കാരും കൃത്യമായിട്ട് അനാലിസിസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുത്ത് സക്സസ്ഫുൾ ആകട്ടെ എന്നാണ് നമുക്ക് മെയിൻലി. എനിക്കാണ് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രമാണ് ഇതിനുള്ള നമ്മൾ വർക്ക് ചെയ്യേണ്ട സ്ഥലം ഏതാണെന്ന് കൂടി നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ എന്തിലാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്? നമ്മുടെ പഴയ പോഡ്കാസ്റ്റിൽ അങ്ങനെ ഒരു ടോപ്പിക് കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ക്യാൻഡിലിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനകത്ത് ഫോക്കസ് ചെയ്യാം, അത് മതി. സൈക്കോളജി പിന്നീട് ശരിയായിക്കോളും. അത് ക്യാപിറ്റൽ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ സൈക്കോളജി ഓട്ടോമാറ്റിക്കലി ശരി. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുറേ സ്ട്രാറ്റജിയുടെ പിന്നാലെ പോകണ്ട. ഡിസ്ക്രിഷണറി ആണ് കൂടുതൽ ഓപ്ഷൻ ബൈസ് സക്സസ് ആകുക. ഡിസ്ക്രിഷണറി ട്രേഡിംഗ് സിസ്റ്റമാണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. നിങ്ങളുടെ എൻട്രി ക്രൈറ്റീരിയാസ്, എക്സിറ്റ് ക്രൈറ്റീരിയ, റിസ്ക് റിവാർഡ്, എപ്പോൾ എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യണം, പൊസിഷൻ സൈസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യുക.
ഒരു സ്ട്രാറ്റജിയുടെ പിന്നാലെ പോയി നിങ്ങൾ ഒരാളും ഒരിക്കലും സക്സസ്ഫുൾ ആകില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ട്രേഡിങ്ങിലേക്ക് വരുന്ന എല്ലാവരും ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന കാണുന്ന ഒരാൾ പോലും, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരാൾ പോലും ഓപ്ഷൻ ബൈ ചെയ്യാതിരിക്കില്ല. കാരണം നമ്മൾ വിചാരിക്കുമല്ലോ ഒന്ന് ചെയ്ത് നോക്കാം, എങ്ങാനും ചിലപ്പോൾ ഏതെങ്കിലും മിറാക്കിൾ സംഭവിച്ചാലും. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ബൈയിങ്ങിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് പച്ചയായ സത്യമാണ്. ആരൊക്കെ എന്തൊക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞാലും 1 മണിക്കൂറിനുള്ളിൽ സക്സസ് ആവാം, ഒരു ദിവസത്തിനുള്ളിൽ സക്സസ് ആവാം, അത് വളരെ പോസിബിൾ അല്ലാത്തൊരു കാര്യം തന്നെയായിട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. പക്ഷേ സെല്ലിംഗ് ഇസ് ഫൈൻ. നമുക്ക് അത്യാവശ്യം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പാസീവായിട്ട് നമുക്ക് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വിൽക്കാം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ബൈയിങ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ ആസ് ആൻ എക്സ്പീരിയൻസ്. അപ്പോൾ ചെറിയ ക്യാപിറ്റൽ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് പറ്റിയ പണിയല്ലെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളതാണ്. വ്യക്തമായ കൃത്യമായ നോളജില്ലാതെ ഒരിക്കലും ബൈയിങ്ങിൽ ഇറങ്ങി തിരിക്കരുത്, വലിയ ക്യാപിറ്റൽസ് ഇടരുത്. നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വെർച്വൽ ട്രേഡ് ചെയ്യുക, നോക്കുക. പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് ഗിവ് അപ്പ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഉള്ള മേജർ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോവാതെ ഫുൾ ടൈം ട്രേഡർ ആവുന്ന എല്ലാവരും ബൈയിങ്ങിൽ സക്സസ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ ലൈഫ് എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് ബൈയിങ്ങിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ പൊതുവേ സോഷ്യൽ മീഡിയയിൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പറയുന്നുണ്ട്. പക്ഷെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നേക്കാളുള്ള ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഡ്വൈസ് ഈ ഒരു ഫീൽഡിലേക്ക് തരാനുള്ളത്. ഇതിന് ഓവർനൈറ്റ് സക്സസ് ആയ ആൾക്കാർ ലെസ് ദാൻ 1% ആണ്. അപ്പോൾ ആ മിറാക്കിളെ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. നിങ്ങളൊരു ഫുൾ ടൈം ട്രേഡർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു പാസീവ് ഇൻകം ഓപ്ഷൻ സെല്ലിങ്ങിൽ നിന്ന് സെറ്റ് ചെയ്യുക. ക്യാപിറ്റലിന് ഒരു 1%, 2% വെച്ച് നിങ്ങൾ ഓപ്ഷൻ ബൈ ട്രൈ ചെയ്ത് നോക്കുക. സക്സസ് ആകുന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. എത്രയാണ് എനിക്കും ആഡ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഈ പോഡ്കാസ്റ്റ് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ തോന്നുകയാണ്. നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. അടുത്തൊരു പോഡ്കാസ്റ്റിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.